അപ്പൊ നോക്കില്ലേ, ഇന്നത്തെ സന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവജനം ഒരിക്കലും മറ്റു വിശ്വാസികളിൽ നിന്ന് സ്വയം ഒറ്റപ്പെടരുത്. അത് അപകടകരമാണ് എന്ന് മാത്രമല്ല, നാം ദൈവരാജ്യത്തിൽ മുന്നേറണമെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോയാൽ നമുക്ക് അത് എങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും? നാം മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തു നമ്മുടെ മുൻപിൽ നിർത്തണം. എന്നാൽ ഒറ്റപ്പെട്ടാൽ അത് സ്വാർത്ഥരാക്കുകയും ആത്മീയ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ വരുത്തുകയും ചെയ്യും. 1 കൊരിന്ത്യർ 1:10. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ദൈവം നമ്മെ തനിച്ചായിരിക്കാനല്ല സൃഷ്ടിച്ചത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ മറ്റുള്ളവരുമായി കൂട്ടായ്മ പുലർത്തണം. സാത്താൻ ഒരു കൂട്ടം വിശ്വാസികൾ കൂട്ടായ്മയിലും അപ്പോൾ തന്നെ ക്രിസ്തുവിൽ പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നവരുടെ പിന്നാലെയോ അതോ ഐക്യതയില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്ന വിശ്വാസിയുടെ പിന്നാലെയോ ആരുടെ പിന്നാലെ വരും? ഒന്നും പാഴായി പോകാതെ സകലതും ഉപയോഗപ്പെടുത്തേണ്ടതിനുള്ള ചുറ്റുപാടുകൾക്കിടയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു ക്രിസ്തു ഭക്തനായിരിക്കെ ഒരു കൂട്ടായ്മയിൽ പോകുന്നില്ലെങ്കിൽ വചനാടിസ്ഥാനമായി ജീവിക്കുന്ന ഒരു ദൈവഭക്തനെ കണ്ടെത്തുക. നിങ്ങൾക്ക് വിശ്വാസികളുമായി ഒരു പതിവ് കൂട്ടായ്മ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കുക. നാം ഒരുമിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളുടെ സമയത്ത് സഹായിക്കുകയും വേണം. നമ്മുടെ ആവശ്യ സമയങ്ങളിൽ അവർ നമ്മെ സഹായിക്കുകയും ചെയ്യും. ക്രിസ്തുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.